ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനുപമ കഥകൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഇനി വീഡിയോയിലേക്ക് പോകാം. അന്ന് ദീപു ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന ദിവസമാണ്. 2 വർഷത്തിന് ശേഷമാണ് വരുന്നത്. അതും ഇനി നാട്ടിൽ തന്നെ കൂടാനാണ് പ്ലാൻ. ദീപുവിൻ്റെ അമ്മയാണ് ദേവകി. കാണാൻ വെളുത്ത് അല്പം വണ്ണമൊക്കെയുള്ള ഒരു സുന്ദരി. ദീപുവിൻ്റെ അച്ഛനാണ് തോമസ്. ആളൊരു പാവത്താനാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളപ്പോഴൊക്കെ ദീപു അമ്മയെ നല്ലോണം മുതലെടുക്കും. ഇതൊക്കെ തോമസിന് അറിയാമെങ്കിലും ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്നു. കാരണം തോമസ് ദേവകിയെ കല്യാണം കഴിച്ചത് പ്രേമിച്ചിട്ടാണ്. അതും വീട്ടുകാരുടെ യാതൊരു താല്പര്യവുമില്ലാതെ എതിർപ്പോടെ മാത്രം. അതിനാൽ പരാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായതിനാലും നാണക്കേട് കൊണ്ടും അയാൾ ഒന്നും ആരോടും പറയാതെ അന്നു മുതൽ ഇന്ന് വരെ എല്ലാം നോക്കിയും കണ്ടും പോകുന്നു. ദീപുവിനെ പിക്ക് ചെയ്യാനായി എയർപോർട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ദേവകിയും തോമസും. ദേവകി, മനുഷ്യ ഒന്ന് വേഗം റെഡിയാവ്, ഇപ്പോൾ കാറ് വരും. തോമസ്, നീ ഇങ്ങനെ ധൃതി വെക്കല്ലേ. ഇനി നമ്മൾ പോയില്ലെങ്കിലും അവൻ അറിയില്ലേ വീട്ടിലോട്ട് വരാൻ. ദേവകി, തുടങ്ങി രാവിലെ തന്നെ, അല്ലെങ്കിലും നിങ്ങൾക്ക് അവനെ കണ്ടൂടല്ലോ. അത് കേട്ടപ്പോൾ തോമസ് മനസ്സിൽ പറഞ്ഞു, കണ്ടൂടാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ഇവിടെ നടക്കുന്നത്. അങ്ങനെ അവർ വീട്ടിൽ നിന്നും ഇറങ്ങി എയർപോർട്ടിലെത്തി. ദേവകിയും തോമസും അവിടെ കാത്തിരുന്നു. തോമസ് ആണെങ്കിൽ അവിടെയുള്ള ഓരോ സുന്ദരി പെണ്ണുങ്ങളെയും വായി നോക്കി വെള്ളമിറക്കുകയാണ്. ഇത് ദേവകിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങേർക്ക് എപ്പോഴും ഇത് തന്നെയാണല്ലോ പണി, കഷ്ടം എന്നും പിറുപിറുത്ത് അവർ അത് വിട്ടു. ഫ്ലൈറ്റ് കുറച്ച് ലേറ്റാവുമെന്ന് അനൗൺസ്മെന്റ് വന്നു. ദേവകിക്കാണെങ്കിൽ അവിടെ ഇരുന്ന് ബോറടിക്കാൻ തുടങ്ങി. പിന്നെ ബാഗ് തുറന്ന് കണ്ണാടിയെടുത്ത് തൻ്റെ മുഖം നോക്കി. മേക്കപ്പും ലിപ്സ്റ്റിക്കും ഒന്നും പോയിട്ടില്ല. അല്ലെങ്കിലും താൻ മേക്കപ്പ് ഇട്ടാലെന്താ, ഇട്ടില്ലെങ്കിൽ എന്താ, താൻ കാണാൻ ഒടുക്കത്തെ ലുക്കല്ലേ, അവർ സ്വയം ചിന്തിച്ചു. അങ്ങനെ കുറച്ചു സമയം കടന്നു പോയതും ദീപുവിൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നു എന്ന അനൗൺസ്മെന്റ് വന്നു. അവർ രണ്ടുപേരും ആകാംക്ഷയോടെ കാത്തിരുന്നു. പെട്ടെന്ന് തോമസ് ദേവകിയുടെ തോളിൽ തട്ടി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദേ അവൻ വരുന്നു. ദേവകി സന്തോഷത്തോടെ എണീറ്റ് നോക്കി. എവിടെ എവിടെ തൻ്റെ മോൻ, അവർ ചിന്തിച്ചു. പെട്ടെന്ന് അവർ കണ്ടു. കൂളിംഗ് ഗ്ലാസുമിട്ട് ഒരു ചിരിയോടെ മന്ദം മന്ദം നടന്നു വരുന്ന ദീപുവിനെ. അവർ അങ്ങനെ ആകെ മൊത്തമായി നോക്കി. നാട്ടിൽ നിന്നും പോകുമ്പോൾ ഇത്തിരി മെലിഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് തടിച്ച് വെളുത്ത് തുടുത്തിട്ടുണ്ട്. ഒരു കയ്യിൽ ഉരുട്ടിക്കൊണ്ടുവരുന്ന ബാഗും മറ്റേ കയ്യിൽ ഒരു സഞ്ചിയും പിന്നെ തോളിൽ വേറൊരു ബാഗും. അവനങ്ങനെ ചിരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. അപ്പോൾ ദീപുവിൻ്റെ ശ്രദ്ധ അമ്മയിലേക്ക് അവിടെ ഇവിടെയും സഞ്ചരിച്ചു. നല്ല സാരിയാണ് ഉടുത്തിരിക്കുന്നത്, അതും നല്ല മോഡേണായി. അല്പമൊക്കെ ഓരോന്ന് ദൃശ്യമാണ്. അവൻ അടുത്തെത്തിയതും ദേവകി ഒരു ചിരിയോടെ പറഞ്ഞു, മോനെ, നിന്നെ കാണാൻ ഇപ്പോൾ നല്ല സുന്ദരക്കുട്ടപ്പനായല്ലോ. ഇപ്പോൾ കണ്ടാൽ ഹിന്ദി സിനിമ നടനെ പോലെയുണ്ട്. അത് കേട്ടപ്പോൾ അവൻ ഒരു ചിരിയോടെ പറഞ്ഞു, അമ്മയും കാണാൻ അടിപൊളിയായിട്ടുണ്ട്. വീഡിയോ കോളിൽ കാണുന്നത് പോലെയല്ല. അത് കേട്ടപ്പോൾ തോമസിന്റെ മുഖഭാവം മാറി. അയാൾ സംശയത്തോടെ അവരെ നോക്കി. അപ്പോൾ ദീപുവിന്റെ കണ്ണുകൾ ഉഴുന്നുവടയിലേക്ക് പോകുന്നത് അയാൾ ശ്രദ്ധിച്ചു. ദീപു ആശ്ചര്യത്തോടെ അമ്മയെ നോക്കി ഓരോന്ന് പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരുന്നു. ദേവകിക്കാണെങ്കിൽ അതൊക്കെ കേട്ട് നാണം വന്നു. തോമസിനാണെങ്കിൽ ഒരു വല്ലായ്മയും. ഒന്ന് പോമോനെ, ഇങ്ങനെ പുകഴ്ത്താതെ, ദേവകി നാണത്തോടെ പറഞ്ഞു. അപ്പോൾ ഇടയിൽ കയറി തോമസ് ചോദിച്ചു, യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു അച്ഛ, അവൻ ഒരു ചിരിയോടെ മറുപടി പറഞ്ഞു. അച്ഛനും മോനും തമ്മിൽ വലിയ സംസാരമൊന്നും പൊതുവെയില്ല, വല്ലപ്പോയി മാത്രം. ദീപു പറഞ്ഞു, വാ അമ്മേ, ഉടനെ തന്നെ വീട്ടിലോട്ട് പോകാം. അമ്മയുടെ ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് കുറേ ആയില്ലേ, കഴിക്കാൻ കൊതിയാവുന്നു. ആണോ മോനെ, നിനക്ക് ഞാൻ എന്നും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തരാട്ടോ, ദേവകി ഒരു ചിരിയോടെ പറഞ്ഞു. വീഡിയോ കോളിൽ എന്നും ചിക്കൻ ബിരിയാണി കൊടുക്കുന്നില്ലേ നീ?
തോമസ് മനസ്സിൽ പറഞ്ഞു. അങ്ങനെ അവരെല്ലാം വീട്ടിലോട്ട് പുറപ്പെട്ടു. വീട്ടിലെത്തിയ ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇച്ചിരി ദൂരമുള്ളത് കൊണ്ട് വീടെത്താൻ രാത്രിയാവും. അതുകൊണ്ട് വഴിയിൽ എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു നല്ല ഹോട്ടൽ കണ്ടാൽ വണ്ടി നിർത്താൻ ഡ്രൈവറോട് പറഞ്ഞു. അങ്ങനെ ഒരു നല്ല ഹോട്ടലിൽ തന്നെ അവർ കയറി. 3 പേർക്കും ബിരിയാണി പറഞ്ഞാലോ? തോമസിന്റെ ചോദ്യം. അയ്യോ വേണ്ടച്ചാ, ബിരിയാണി കഴിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ ബിരിയാണി തന്നെ കഴിക്കണം. എനിക്ക് അത് മാത്രം മതി. ദീപു ഒരു ചിരിയോടെ അമ്മയെ നോക്കി പറഞ്ഞു. അത് കേട്ട് ദേവകി നാണത്തോടെ ചിരിച്ചു. അത് കേട്ട് തോമസ് പല്ലിറുമിക്കൊണ്ട് ചിരിച്ചു കാണിച്ചു. വേണേൽ അച്ഛൻ ബിരിയാണി ഓർഡർ ചെയ്തോ, എനിക്ക് പൊറോട്ടയും ചിക്കൻ കറിയും മതി. അമ്മയ്ക്ക് എന്താ വേണ്ടത്? ദീപു ഒരു ചിരിയോടെ ചോദിച്ചു. എനിക്കും പൊറോട്ടയും ചിക്കനും മതി മോനെ, ദേവകി പറഞ്ഞു. അങ്ങനെ അവർ ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് 4 പിള്ളേര് വന്നത്. കണ്ടിട്ട് കോളേജ് പിള്ളേരാണ്. 2 ബോയ്സും 2 ഗേൾസും. അവർ 4 പേരും ഇവരുടെ ഓപ്പോസിറ്റായി കിടക്കുന്ന ടേബിളിൽ ഇരുന്നു. അവരിൽ 2 ബോയ്സ് ദേവകിയെ തന്നെ നോക്കുന്നത് തോമസ് ശ്രദ്ധിച്ചു. പക്ഷേ ദേവകിയും ദീപുവും ഇതൊന്നും ശ്രദ്ധിക്കാതെ സംസാരിച്ച് ചിരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുകയാണ്. ആ 2 ആൺപിള്ളേരുടെ നോട്ടവും അവർ എന്തോ സംസാരിക്കുകയും കണ്ടപ്പോൾ തോമസിന്റെ മുഖഭാവം മാറി. അയാൾ ദേഷ്യത്തോടെ പിറുപിറുത്തു. അത് കണ്ടപ്പോൾ ദീപു ചോദിച്ചു, എന്താ അച്ഛാ, എന്തു പറ്റി? ഇനിയും ബിരിയാണി വേണോ? അതല്ല മോനെ, ആ പയ്യന്മാരുടെ നോട്ടം കണ്ടില്ലേ? അതും പറഞ്ഞ് അയാൾ മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചു. എന്താ അച്ഛാ, അവന്മാർ എന്താ നോക്കുന്നേ? അതും ചോദിച്ച് ദീപു തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ 2 പയ്യന്മാരും അങ്ങോട്ടേക്ക് നോക്കുന്നത് ദീപുവും കണ്ടു. തോമസ് പറഞ്ഞു, ദേ ഇവളെയാ നോക്കുന്നേ. അത് കേട്ട് ദീപു ചിരിച്ചു. ഓ അമ്മയാണോ? അത് കാര്യമാക്കണ്ട അച്ഛാ. അമ്മ കാണാൻ നല്ല സുന്ദരിയായത് കൊണ്ട് നോക്കുന്നതാവും. ആ പയ്യന്മാരെ കണ്ടിട്ട് ഡീസൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിലും അമ്മയുടെ നാടൻ സൗന്ദര്യം കണ്ടാൽ ആരാ നോക്കാത്തത്? അത് നമുക്കൊരു ഗമയല്ലേ ഇങ്ങനെ മറ്റുള്ളവർ നോക്കുന്നത് കാണുമ്പോൾ. പിന്നെ വിദേശത്ത് ഇങ്ങനെയൊന്നുമില്ല. ഏത് സൗന്ദര്യമുള്ള പെണ്ണ് മുൻപിലൂടെ പോയാലും ആരും മെയിൻ്റെ പോലും ചെയ്യത്തില്ല. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സൗന്ദര്യം കണ്ട നോക്കുന്നവന്മാര്. അതൊക്കെ കേട്ടപ്പോൾ ദേവകിക്ക് കുളിര് കയറി. അവർ സന്തോഷത്തോടെ ചിരിച്ചു. തൻ്റെ സ്വന്തം ഭർത്താവ് പോലും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയാനും പോകുന്നില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ചിന്തിക്കണമെന്നൊക്കെ തൻ്റെ മകനെ കണ്ടിട്ട് വേണം അങ്ങേര് പഠിക്കാൻ, ദേവകി ചിന്തിച്ചു. ദീപു ഇത്രയും വലിയ പ്രസംഗം നടത്തിയെങ്കിലും തോമസിന് അവൻ പറഞ്ഞതിനോട് ഒട്ടും യോജിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കാശ് കൊടുക്കാൻ നേരം ആ 2 ആൺപിള്ളേര് അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. അപ്പോൾ തോമസ് ആണെങ്കിൽ ഒരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പ് പോലെ മുഷ്ടിയൊക്കെ ചുരുട്ടി ഒരുങ്ങി നിൽപ്പാണ്. അപ്പോൾ ദേവികയാണെങ്കിൽ, ഇവന്മാരെന്താ എന്നെ നോക്കി ഇങ്ങോട്ട് വരുന്നേ? എന്നോട് ഐ ലവ് യു എന്ന് പറയണ മറ്റോ ആണോ എന്ന ഭാവത്തോടെ അമ്പരപ്പോടെ നിൽക്കുവാണ്. എടാ പിള്ളേരെ, ഞാൻ കോളേജ് കുട്ടിയൊന്നുമല്ല, ഇവൻ്റെ അമ്മയാ എന്ന് ദേവകി മനസ്സിൽ പറഞ്ഞു. ദീപു ആണെങ്കിൽ ഒരു പുഞ്ചിരിയോടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് അവരിൽ ഒരുത്തൻ ചിരിച്ചുകൊണ്ട് ദേവകിയോട് ചോദിച്ചു, ദേവകി ചേച്ചിയല്ലേ? അത് കേട്ടപ്പോൾ ദേവകിയും തോമസും ഞെട്ടി. ഇവന്മാർക്ക് തൻ്റെ പേരെങ്ങനെ അറിയാം? ദേവകി ചിന്തിച്ചു. തൻ്റെ ഭാര്യയുടെ പേര് ഇവനെങ്ങനെ അറിയാം? ഇവനെ ഞാനിന്ന്. അതും ചിന്തിച്ച് തോമസ് ദേഷ്യം മൂത്ത് അങ്ങനെ നിൽക്കുവാണ്. ദീപു പറഞ്ഞു, അതെ, ദേവകിയാണ് എൻ്റെ അമ്മയാണ്. അപ്പോൾ ആ പയ്യൻ ഒരു ചിരിയോടെ പറഞ്ഞു, ആ ഞാൻ ചേച്ചിയുടെ ഒരു ഫാനാണ്. ചേച്ചിയുടെ ടിക്ടോക്ക് വീഡിയോസൊക്കെ കാണാറുണ്ട്. അത് കേട്ടപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. ദേവകിക്ക് ഒരുപാട് സന്തോഷം തോന്നി. താങ്ക് യു മക്കളെ, ദേവകി ഒരു ചിരിയോടെ പറഞ്ഞു. പിന്നെ അവരോട് വിശേഷമൊക്കെ ചോദിച്ചു. എവിടെയാ പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെ ദേവകി തൻ്റെ മോനെയും ഭർത്താവിനെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു.
തോമസ് ആണെങ്കിൽ ആകെ ചമ്മി നിൽക്കുകയാണ്. ഓ, ഒരു ടിക്ടോക്കും കോപ്പും തോമസ് പിറുപിറുത്തു. അയാൾക്ക് ഇതുപോലുള്ള കാര്യമൊന്നും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ദേവകിയും ദീപുവും ടിക്ടോക്കിൽ വളരെ ആക്റ്റീവായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് തോമസിന് അവരോട് ദേഷ്യം. അങ്ങനെ ആ പിള്ളേരോട് സംസാരിച്ചു കഴിഞ്ഞ് അവരെല്ലാവരും വീട്ടിലോട്ട് മടങ്ങി. ഇനി തൻ്റെ മോനും വീട്ടിലുണ്ടാകുമല്ലോ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ടിക്ടോക്ക് വീഡിയോ പിടുത്തമായിരിക്കും. ഓ ദൈവമേ, ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ ആവോ, അയാൾ പിറുപിറുത്തു.